ഞങ്ങളുടെ ജേണി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗൈസ് ഞങ്ങൾ ഒരു ട്രിപ്പിന് പോവുകയാണ് ഗൈസ്. അപ്പോൾ ട്രിപ്പ് വേറെ അങ്ങോട്ടല്ല, ഇടുക്കിക്കാണ് പോകുന്നത്. അപ്പോൾ ഇടുക്കി ഒരു 4-5 ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് ഞങ്ങൾ ഇന്ന് ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ ട്രിപ്പ് പോകുന്നത് ഞങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളുടെ ഫാമിലി മൊത്തമുണ്ട്, ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെല്ലാവരും കൂടിയാണ് ഒരു 1 ഡേ ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോകുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ കാൽവരി മൗണ്ടാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. സാധാരണ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയതാണ് ഗൈസ്. ഒരു 8 മണിക്ക് തീരുമാനം എടുത്തെങ്കിൽ 8:30 ഞങ്ങൾ എല്ലാവരും ഫാമിലി ഫുള്ള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് എന്തായാലും ഇറങ്ങിയത് തന്നെ. പിന്നെ ന്യൂ ഇയറിൻ്റെ തലേന്ന് കാരണം അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ റോഡിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നെത്തിയ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുതറയാണ് ഗൈസ്. ഉപ്പുതറ വ്യൂ പോയിൻ്റാണ് ഗൈസ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഉപ്പുതറ എന്നാണ്. അവിടെ ഉള്ളൊരു അടിപൊളി വ്യൂ പോയിൻ്റാണ് ഗൈസ്. ഒരുപാട് മല നിരന്ന് നിൽക്കും ഗൈസ്. ഈ വ്യൂ പോയിൻ്റ് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു, ചെറിയ കട ഉണ്ടായിരുന്നു. ആ ചെറിയ കടയൊക്കെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഞങ്ങൾ ഞങ്ങളും എല്ലാവരും വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് ഫസ്റ്റത്തെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കാൽവരി മൗണ്ടാണ്. അപ്പോൾ കാൽവരി മൗണ്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു 12 മണി 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നിസ്കരിക്കാനുള്ള സമയം ഉണ്ടായി. അപ്പോൾ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി കയറി ഞങ്ങൾ പോണ വഴിക്ക് പറഞ്ഞൊരു പള്ളി കയറി നിസ്കരിച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചത്. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോട്ടലിൽ കിട്ടി കഴിച്ചു. അപ്പോൾ എന്തായാലും ഉച്ച സമയമായിരുന്നു, 1 മണി 1:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ ഹോട്ടൽ മഹാരാജ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ആ ഹോട്ടലിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് മീൽസ് പറഞ്ഞു. അത് കഴിച്ചതിന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീണ്ടും ഞങ്ങളുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഗൈസ് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ഡാമാണ് ഗൈസ്. ഈ ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഗൈസ്. കണ്ട ഇടുക്കി ആർച്ച് ഡാമാണ് ഇതാക്കാറുണ്ട്. ഡാമിന് ഷട്ടറില്ലല്ലേ. അപ്പോൾ അതവിടെ ഇടുക്കി ഡാമാണ്. ഇത് 2 സൈഡിലും മലയുണ്ട്. കുറുവൻ കുർത്തി എന്ന് പറഞ്ഞ 2 മലകളും ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ ചെന്നത് കാൽവരി മൗണ്ടിലേക്കാണ് ഗൈസ്. ഞങ്ങൾ ഫാമിലി മൊത്തം കാൽവരി മൗണ്ടിലുണ്ട്. അപ്പോൾ എൻട്രി ഫീ ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വെഹിക്കിളിൽ പാർക്ക് ചെയ്യാനുള്ള ചാർജ് അങ്ങനെ എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. കാറ്റിൻ ഗതിയറിയാതോ വഴികളിലും പോകാൻ നീയുണ്ടൽ പോര്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കാൽവരി മൗണ്ടിന്റെ നോക്കി തന്നെ കാണാൻ പറ്റും ഒരുപാട് മലകളുണ്ട്. അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ റിസർവോയർ ആണ് ഗൈസ്. നമുക്ക് അവിടെ കാണാൻ പറ്റും ഒരുപാട് വെള്ളം. പിന്നെ ഇതിന്റെ സൈഡിൽ തന്നെ ഒരുപാട് റിസോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഹോം സ്റ്റേ റിസോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇടുക്കി ഡാമിന്റെ റിസർവറാണ് ഗൈസ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം വേഗത്തേരിൽ പാറി നടക്കാൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അതുവഴി കൈക്കുമ്പിൾ കോരിയൂടിയ കരയുടെ മേലെ കാക്കാത്തിക്കിളിയതു ചൊന്നേകളമായി കൈക്കുമ്പിൾ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തിക്കിളിയതു ചൊന്നേ ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ണുണരാൻ പോരെ ശ്രദ്ധിച്ചാൽ